നമസ്കാരം ഡോക്ടർ കൃഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളർ ഗ്രേഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് മെയിൻ ഒബ്ജക്റ്റിനെ അത് മനുഷ്യനായാലും വേറെ എന്തെങ്കിലും വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അതിനെ അവിടെ വെച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിനെ മാത്രം വേറൊരു കളർ ഗ്രേഡ് ഒന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത്തിരി സാച്ചുറേഷൻ കുറയ്ക്കുക. എന്തായാലും നമുക്കൊന്ന് നോക്കാമല്ലേ. അപ്പോൾ വീട്ടിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക് വുൾഫ് എഫക്ട് സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാമല്ലേ. ഈ ഒരു വീഡിയോയിൽ ഈ കുട്ടിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ബാക്കി ഭാഗങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നോക്കാം. ആദ്യം തന്നെ കളർ ടാബിൻ്റെ അകത്തേക്ക് വരിക. ഇതിൻ്റെ അകത്ത് നമുക്ക് നോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒരു നോഡും ഇതിൻ്റെ ഒരു കണക്ടറും ഒരു ഇൻപുട്ട് പോയിന്റും ഒരു ഔട്ട്പുട്ട് പോയിന്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഈ ഒരു നോഡിനെ നമുക്കൊരു സീരിയൽ നോഡിനെ ആഡ് ചെയ്യണം. അതിനെന്താ വേണ്ടേ? ഓപ്ഷൻ എസ്, വിൻഡോസിലാകുമ്പോൾ ആൾട്ട് എസ് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ സീരിയൽ നോഡ് വരും. ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതേപോലെ ആഡ് എ സീരിയൽ നോഡ് കൊടുക്കുക. ഓക്കെ അല്ലേ. ഈ ഫസ്റ്റ് നോഡ് നമുക്ക് കളർ കറക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കളർ കറക്ഷൻ എന്താണെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അറിയാലോ അല്ലേ. ഇവിടെ കളർ ഗ്രേഡിംഗ് അല്ല ചെയ്യേണ്ടത്, കളർ കറക്ഷൻ, അതായത് വൈറ്റ് ബാലൻസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയിലൊരു കളറിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പോകുമ്പോൾ കളർ കറക്റ്റ് ഒന്നും ചെയ്യാനില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇമേജ് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ഇട്ട ശേഷം അടുത്ത നോഡിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. ഈ നോഡിനെ കൂടെ മാറ്റി വെക്കുക, അടുത്ത നോഡിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ കുട്ടീനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി മാസ്ക് ചെയ്യണം. നമുക്ക് മാനുവലി മാസ്ക് ചെയ്യാൻ പറ്റും. ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഈ ഒരു വട്ടം കണ്ടോ. ഇതിന് ഇവിടെ നമുക്ക് വിൻഡോ എന്നായിരിക്കും എഴുതി ഉണ്ടാവും, പക്ഷേ ഇത് മാസ്കിംഗ് ആണ്. ഇതിൽ നമുക്ക് പെൻ ടൂളൊക്കെ എടുത്ത് മാനുവലി ഇതേപോലെ ഞാൻ റഫ് മാസ്ക് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മാസ്ക് വരയ്ക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ട്രാക്ക് പറ്റൂ. ഇതേപോലെ ഒരു മാസ്ക് ചെയ്ത ശേഷം ട്രാക്കർ കാണാൻ പറ്റില്ല, തൊട്ടിപ്പുറത്ത് ട്രാക്കറിന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫോർവേഡ് ബാക്ക്വേഡ് ട്രാക്ക് ചെയ്യാം. ഇത് നോർമൽ വേർഷൻ യൂസ് ചെയ്യുന്നവർക്കാണ്. പെയ്ഡ് വേർഷനായ സ്റ്റുഡിയോ വേർഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ നമുക്ക് ഒരു മാജിക് മാസ്കിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. മാജിക് മാസ്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ കുട്ടീനെ എങ്ങനെ ഒന്ന് വരയ്ക്കുക. കുട്ടി എവിടേക്കാണോ പോകുന്നത് ഇത്ര ഏരിയയാണ് കുട്ടീൻ്റെ അല്ലേ. ഒന്ന് വരച്ച് കഴിഞ്ഞാൽ പുറത്തൂടെ മാസ്ക് ചെയ്യല്ലാണ്ട് കുട്ടിയുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് മാസ്ക് ചെയ്യുക. അത് ദാ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് തന്നെയാണ് ക്ലിക്ക് ചെയ്ത് കൺഫേം ആക്കണം കേട്ടോ. അത് ഇവിടെ വിട്ടുപോയ ഭാഗമുണ്ട്, അവിടെ ഒന്ന് പ്ലസ് ചെയ്ത് കൊടുക്കുക കണ്ടോ. അതുപോലെ ഇവിടെ ഇത്തിരി വിട്ടു പോയിണ്ടല്ലോ, അവിടെ പ്ലസ് അടിക്കുക. ഏതെങ്കിലും എക്സ്ട്രാ ഭാഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് എടുത്തിട്ട് അവിടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് മൈനസ് ആയിട്ട് പോയിക്കോളും കേട്ടോ, കട്ടായി പോയിക്കോളും. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മാസ്ക് ചെയ്തു. ഇതിങ്ങനെ റെഡ് കളറിൽ നിങ്ങൾക്ക് മാസ്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ഉണ്ടോ, ഇത് ഓഫ് ആയിരിക്കും. ഇത് ഓൺ ചെയ്ത് നോക്കുക കേട്ടോ, കറക്റ്റായിട്ട് കിട്ടിയില്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ ഒന്നെങ്കിൽ ജസ്റ്റ് ഫാസ്റ്ററിലിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല, എവിടെയെങ്കിലും മിസ്സിങ് ആവുകയാണെങ്കിൽ ബെറ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഫോർവേഡ് ബാക്ക്വേഡ് ട്രാക്കിങ് കൊടുക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവട്ടെ. നല്ല ഹൈ എൻഡ് പി സികളൊക്കെ പെട്ടെന്ന് പരിപാടി ചെയ്യും. മാക്കിനൊക്കെ ഹൈ എൻഡ് ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. കുറച്ച് പഴയ മാക്കോ അല്ലെങ്കിൽ കുറച്ച് സ്പെക്ക് കുറഞ്ഞ പി സിയോ ആണെങ്കിൽ ഇത്തിരി സ്ലോ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇതിനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞു, ട്രാക്കും ചെയ്ത് കഴിഞ്ഞു കണ്ടോ. കൃത്യമായിട്ട് കുട്ടീനെ ഫുള്ളായിട്ട് നല്ല അടിപൊളിയായി ട്രാക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ഒരു നോഡിൻ്റെ അകത്ത് തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്ഷൻ പി, വിൻഡോസിലാകുമ്പോൾ ആൾട്ട് പി, ഇവിടെ നമ്മളൊരു പാരലൽ നോഡിനെ ആഡ് ചെയ്താണ് ഇപ്പോൾ കണ്ടത്. അതായത് ഈ ഒരു നോഡിൻ്റെ അകത്ത് നേരെ ഇതിലൂടെ കയറി ഇറങ്ങി പോകുന്ന പോലെ തന്നെ ഈ നോഡിലൂടെയും വന്ന് ഇവിടെ രണ്ടുപേരും മിക്സായിട്ട് ഇവിടെ വന്ന് മിക്സായിട്ട് വീണ്ടും ഔട്ടിലേക്ക്. അപ്പോൾ പഴയ മോഡലിൽ തന്നെ ആയില്ലേ. അപ്പോൾ ഈ ഒരു നോഡിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ഈ ഒരു മാസ്കിനെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ ഔട്ടിൽ കണ്ടോ, ഇവിടെ ഒരു നീല കളറിലുള്ളൊരു ഔട്ട് കണ്ടോ, അവിടെ നിന്നൊരു ലൈൻ വലിച്ച് പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഇവിടെ കണ്ടോ ഒരു നീല കളറിലുള്ള ഇൻപുട്ട് അതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീണ്ടും ആ സെലക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇതിൻ്റെ മാസ്ക് നമ്മൾ ഇതിനും കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. കത്തിയല്ലോ. ഇനി എന്ത് ചെയ്യണം, ഈ മാസ്ക് നമുക്ക് ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിലായിരിക്കും മാസ്കിങ് ഉണ്ടാവുക, കുട്ടിക്ക് മാസ്ക് ഉണ്ടാവില്ല. അതിനുവേണ്ടി നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. കീയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിയാണ് സെലക്ട്, വെള്ള കളർ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കറുപ്പ് കളറിലാണ് കാണുന്നത്. അത് നമ്മൾ നേരെ തിരിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, മാസ്കിങ് ഇൻവേർട്ട് എന്നാണ് ഇതിൻ്റെ സംഭവം. ഈ ഒരു ഇൻവേർട്ട് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, വെള്ള ഭാഗം പുറത്തും കുട്ടി കറുപ്പ്, അതായത് സെലക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് വെള്ള ഭാഗങ്ങളാണ്, ബാക്ക്ഗ്രൗണ്ടാണ്. ഇത്രയും സെറ്റ് ആക്കിയല്ലോ. ഇനി ഇതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കേർവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, കളർ ഗ്രേഡിൻ്റെ കേർവിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അത് ഇങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അത് നേരെ മാറ്റിയിട്ട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, അതാണ് ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിൻ്റെ ഡെപ്ത് ആണ്. ഇത് സാച്ചുറേഷൻ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും, കളർ ഉണ്ടാവില്ല. മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആ കളർ എടുത്ത് കാണിക്കും. ഓക്കെ അല്ലേ. ആ സാച്ചുറേഷൻ ഫുൾ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, കുട്ടി പുറത്തായി, ബാക്കി മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഒന്ന് ബാക്കോട്ടേക്ക് മുന്നോട്ടേക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി കാറിൻ്റെ അകത്തൊക്കെ പ്രശ്നം വരുന്നുണ്ട്. ട്രാക്ക് ചെയ്യുന്ന സമയത്ത് കാറിനെ നമ്മൾ ഒഴിവാക്കി ട്രാക്ക് ചെയ്യണം കേട്ടോ. നേരത്തെ ട്രാക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം നേരത്തെ ഞാൻ സെലക്ട് ചെയ്ത അത്ര കാണാത്തോണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്യുക. ഗുരുവിന് എന്തും ചെയ്യാമെന്നാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ട്രാക്ക് ചെയ്യുന്ന മരം.
ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നേരെ മുകളിലുള്ള ഈ ലെയറിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹ്യൂ വെസ് സാച്ചുറേഷനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ സാച്ചുറേഷൻ ഇത്തിരി മേലേക്ക് കയറ്റിയിടുക. ഓക്കെ അല്ലേ? ഇനി വേറെ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ട്, നേരത്തെ പോലെയല്ല. നേരത്തെ കുട്ടിക്ക് മാത്രമേ മൂവ്മെൻറ്റ് ഉള്ളായിരുന്നു, ഇതിൽ ക്യാമറയ്ക്കൊക്കെ മൂവ്മെൻറ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും വിഷയമല്ല കേട്ടോ, ട്രാക്ക് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ ട്രാക്കിംഗ് അല്ല നമ്മൾ കാണിക്കുന്നത്. ഇത് മറ്റാൻ പറഞ്ഞ പോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞ പോലെ. ട്രാക്കിംഗ് അല്ല, ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. ഏതായാലും വേണ്ടില്ല, ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, നേരെ കളർ ഗ്രേഡിംഗ് ടാബിലേക്ക് വരിക. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് അറിയാം, ഈ സ്കിൻ ടോണുകൾ അങ്ങനെ വെച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ, ഡ്രസ്സൊക്കെ സ്കിന്നൊക്കെ സാധാരണ പോലെ ഉണ്ടാവും, ബാക്കി ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഇത് സിമ്പിളാണ്, നമുക്ക് അറിയാവുന്ന രീതിയും തന്നെയാണ് അല്ലേ. ഇതിന് വേണ്ടി എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർവിൻ്റെ അകത്ത് ഹ്യൂ വെസ് സാച്ചുറേഷനിൽ വന്ന ശേഷം സ്കിൻ ടോൺ ഒന്ന് സെലക്ട് ചെയ്യുക. ഇതൊക്കെ സ്കിൻ ടോണുകളാണ്, ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ തന്നെയാണ് വരുന്നത് അല്ലേ. അതിനെന്ത് ചെയ്യണം? കുറച്ച് മേലേക്ക് അപ്പ് ചെയ്ത് വെക്കുക. ഇനി ഒരു നോഡും കൂടെ ഇവിടേക്ക് സീരിയലായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ആ ഒരു നോഡിൻ്റെ അകത്ത് വന്നിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ പോകണം അല്ലേ. അപ്പോൾ വീണ്ടും സ്കിൻ ടോണ് ഒന്നും കൂടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്കിൻ ടോൺ കഴിഞ്ഞ ശേഷം ഒരു മാർക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് അതിനെ മൊത്തത്തിൽ താഴേക്കൊന്ന് വലിക്കുക. ഇവിടെയും അതേപോലെ താഴേക്കൊന്ന് വലിക്കുക. ഇപ്പോൾ കണ്ടോ, ഒരു പ്രത്യേകതരം സ്റ്റൈൽ വന്നില്ലേ. സ്കിൻ ടോൺ കുറച്ചും കൂടെ പുറത്തേക്കിട്ട് വലിച്ചു വെക്കണേ. എപ്പോഴും സ്കിൻ ടോൺ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഏരിയ കൊടുക്കാൻ നോക്കുക. ഇവിടെ ഓൾറെഡി ഇതേപോലെ തന്നെ ഒരു കളർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കറക്റ്റ് മനസ്സിലായില്ല. പക്ഷേ ഇവിടെ കുട്ടിയുടെ ഡ്രസ്സ് കണ്ടോ, ഇയാളുടെ ഡ്രസ്സുകൾ കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓഫ് ചെയ്തുള്ള ലുക്കാണ്, ഇത് ഓൺ ചെയ്തിട്ടുള്ള ലുക്കാണ്. കണ്ടോ, നല്ല ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലാക്ക് ആക്കാം. പിന്നെ ഇവിടെ ഒരു റെഡൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മാസ്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതിലെങ്ങനെ. ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. ഈ കടലിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. നേരെ കളർ ടാബിൻ്റെ അകത്തേക്ക് വരുന്നു. നേരത്തെ നമ്മൾ കണ്ട ഹ്യൂ വെസ് സാച്ചുറേഷൻ തൊട്ടിപ്പുറത്ത് ഹ്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കടലിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കടലിൻ്റെ ഒരു ഏരിയ നമുക്ക് കിട്ടിയല്ലോ. അതാ ഇവിടെ ഈ വേവ് കാണാനുണ്ട്, കൂടുതൽ ആയിട്ടുള്ള നീല കളറും അതേപോലെ ഈ ഒരു മഞ്ഞ ഈ ഒരു കളറുകളൊക്കെ ആണെന്നാണ് കാണിക്കുന്നത്. കണ്ടോ, ഈ നീലയാണ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ. അപ്പം കുറച്ചും കൂടെ ഒന്ന് വൈഡാക്കി പിടിക്കുക റേഞ്ച്. എന്നിട്ട് അതിനൊന്ന് മേലോട്ടേക്ക് ഉയർത്തി വയ്ക്കുക. കണ്ടോ, ഒരു പച്ച കളർ കിട്ടി. താഴോട്ടാക്കി വയ്ക്കുക, വേറൊരു നീല കിട്ടി. കണ്ടോ, ഈ ഒരു നീല കളറിലേക്ക് കൊണ്ടുപോവുക. ചെറിയ മാറ്റങ്ങൾ വരുത്താനല്ലേ. വേറൊരു വെറൈറ്റി നമ്മൾ വേറൊരു പ്ലാനറ്റിൻ്റെ അകത്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ കലങ്ങിയ വെള്ളം കാണിക്കണതാ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആകാശം അതിൽ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് ആകാശത്തിന് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു കളറിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഇനി ഒരു നോഡും കൂടെ ഇവിടെ സീരിയലായിട്ട് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ പച്ച ഒന്ന് റിമൂവ് ചെയ്യണം. ഇവിടെ ഹ്യൂ അല്ലേ, നേരെ ഹ്യൂ വെസ് സാച്ചുറേഷൻ്റെ അകത്തേക്ക് വരിക. ഇവിടെ പച്ച ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, പച്ച ഏരിയ നമുക്ക് അറിയാം അല്ലേ, കുറച്ച് മഞ്ഞ ഏരിയ അതിൽ വരും. മഞ്ഞയും സെലക്ട് ചെയ്യുക. പച്ച കുറച്ച് നീലയിലേക്ക് കയറിയാലും കുറച്ച് നീലയിലേക്ക് കയറിയാലും കുഴപ്പമില്ല. ഈ ഒരു വേവിലേക്ക് എത്തരുത് കേട്ടോ, അതിന് തൊട്ട് മുന്നേറ്റ് പിടിച്ച ശേഷം താഴേക്ക് വലിക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെയുള്ള മഞ്ഞയും പച്ചയൊക്കെ ഹ്യൂ ഒക്കെ കുറഞ്ഞിട്ട് വേറൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പിലേക്ക് ഏകദേശം വന്നു അല്ലേ. ഇനി നേരെ ഹ്യൂ വെസ് ലൂമിനൻസ് എന്നൊരു കീണ്ട് തൊട്ടിപ്പുറത്ത് ഹ്യൂ വെസ് ലൂമിനൻസ്, ഇതിൻ്റെ ലൂമിനൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് വരുന്നത് അല്ല ലൂമിനൻസ്, അത് ഇത്തിരി താഴേക്ക് വലിക്കുക. അപ്പോൾ ഓവറായിട്ടുള്ള ഈ ഒരു ഹൈലൈറ്റ് ഇല്ലേ, അതൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും വേറെ ടൈപ്പിലേക്ക്. ഓക്കെ അല്ലേ. ഇപ്പം നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കണ്ടോ, വേറൊരു കളറിലേക്ക്, ആ കടലിൻ്റെ തന്നെ മൊത്തത്തിൽ വേറെ കളറിലേക്ക്, പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കും കിട്ടിയില്ല. വേണമെങ്കിൽ ഇത്തിരി ഷാഡോ ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഈ 3 രീതിയിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. ഇത്രേ ചെയ്യുന്നുള്ളൂ. ഒന്നാമത് ഇന്ന് സമയം കിട്ടില്ല വീഡിയോ ചെയ്യാൻ, അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടിയൊരു ഐഡിയക്ക് വെച്ച് ചെയ്തതാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.